ഇന്ന് 2 ക്യാരറ്റ് ഒക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ലോഗ് ഒരു ടാസ്ക് ഒന്നുമല്ല, ബ്യൂട്ടി ടിപ്പാണ്. നമ്മൾ ഗേൾസിന് വേണ്ടി മാത്രമല്ല ബോയ്സിനും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ എൻ്റെ വ്ലോഗിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ക്യാരറ്റ് ഓയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നും എങ്ങനെ ഇത് യൂസ് ചെയ്യണമെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വേഗം തന്നെ ഇത് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കി നോക്കാം. ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ബൗൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ബൗൾ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കാച്ചിയ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നേരത്തെ കാച്ചി വെച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. കാച്ചിയ വെളിച്ചെണ്ണയോ പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലോ അങ്ങനെ. പിന്നെ ഒലീവ് ഓയിൽ യൂസ് ചെയ്താൽ അതും ബെസ്റ്റാണ്. പക്ഷെ ചിലവരുടെ സ്കിന്നിന് ഒലീവ് ഓയിൽ പറ്റുമോയെന്ന് അറിയില്ല. അപ്പം ഞാൻ പ്രിഫർ ചെയ്യാൻ മെയിൻലി കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാനാണ്. അപ്പം ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അടുത്തത് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. മൊത്തത്തിലൊന്ന് ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കണം. അപ്പോൾ നമ്മൾ ക്യാരറ്റിന് അനുസരിച്ചിട്ടുള്ള എണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിനിങ്ങനെ അളവൊന്നുമില്ല. നിങ്ങൾ ആ ക്യാരറ്റിന് വേണ്ടിയിട്ടുള്ളൊരു എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരണം ഈ ക്യാരറ്റ്. ഈ ക്യാരറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ എണ്ണയിലേക്ക് ഇങ്ങനെ ഇളകി വരും. അപ്പോൾ നമുക്ക് ആ ഒരു കളർ ചേഞ്ചൊക്കെ കാണാൻ പറ്റും. കണ്ടില്ലേ ഇതാ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ സമയം വെക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് ഇങ്ങനെ 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിങ്ങനെ തിളച്ച് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്യാരറ്റ് ഓയിൽ ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ ക്യാരറ്റ് ഊറ്റിയെടുത്തതാണിത്. അതായത് ക്യാരറ്റിൽ നിന്ന് ഓയിലൊക്കെ ഊറ്റിയെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 2 ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. ഒരു നുള്ളു മഞ്ഞളും പിന്നെ 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ആഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അത് ആഡ് ചെയ്യുന്നതും പിന്നെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ക്യാരറ്റ് ഓയിൽ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു ഇതിനകത്തേക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുണ്ട്. ഒരു നുള്ളു മഞ്ഞളും 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും. അപ്പോൾ നമുക്ക് ഒരു നുള്ളു മഞ്ഞൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചാണ് ഒരു മഞ്ഞൾ യൂസ് ചെയ്യുന്നുള്ളൂ, ഒരു പൊടിക്ക്. പിന്നെ ഇനി നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതാ 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. നമുക്കൊരു പിന്ന് വെച്ചിട്ട് ഇതിൻ്റെ പോയിന്റ് ഒന്ന് നമുക്ക് പോയിന്റ് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് ചേർത്തു. നമുക്കൊരു സ്പൂൺ എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂട് തണിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ ആക്കുമ്പോൾ ആ ഒരു ചൂടോടുകൂടി നമ്മളിത് ചെയ്യാൻ പാടില്ല. ചൂട് തണിഞ്ഞിട്ടാണ് ഞാനിത് ഓയിലെടുത്തിട്ട് മാറ്റി വെച്ചത്. ക്യാരറ്റിൽ നിന്ന് ഓയിലെടുത്ത് മാറ്റി വെച്ചത്. അപ്പോൾ ചൂട് തണിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. മിക്സ് ചെയ്യുക, നല്ല മിക്സ് ചെയ്യുക. അപ്പം ചൂടൊക്കെ നല്ലോണം തണുത്തിട്ട് നമുക്കിതൊരു കുഞ്ഞി കുപ്പി ഉണ്ടാവില്ല വീട്ടിലൊക്കെ, ആ കുഞ്ഞി കുപ്പിയിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരു മന്ത്, മാക്സിമം ഒരു മന്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മുഖമെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ആക്കി വെച്ചതിന് ഞാനൊരു സ്പൂണ് വേറൊരു ബൗളിലേക്ക് മാറ്റി എടുക്കുന്നുണ്ട്. കയ്യിലൊന്ന് അപ്ലൈ ചെയ്യാം. നമ്മളെ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്, അതായത് കൈമുട്ടിലെ കറുപ്പ്, നമ്മളെ പിന്നെ കഴുത്തിന് ചുറ്റുള്ള കറുപ്പ്, പിന്നെ ഫേസിൻ്റെ പിന്നെ ഇത് നമ്മളെ കുരുവൊക്കെ വന്നാലുള്ള പാടുണ്ടാവില്ലേ, കറുത്ത പാട്, അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആണ് ഈ ക്യാരറ്റ് ഓയിൽ. പിന്നെ നമ്മൾ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ കാലിൽ ഒരു തഴമ്പ് പോലെയെല്ലാം വരില്ല. അപ്പോൾ അവിടെയെല്ലാം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് മാറും. അപ്പോൾ ഇത്
ജ്യൂസും കൂടി ഉണ്ടാക്കിയത്, ക്യാരറ്റ് ജ്യൂസ്. അപ്പോൾ നമ്മളിത് ക്യാരറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാരറ്റ് ഓയിൽ അല്ലാണ്ട് ക്യാരറ്റ് ജ്യൂസ് കുടിച്ചാലും നമ്മളെ സ്കിന്നിന് നല്ലതാണ്. അപ്പോൾ നമ്മളെ തടി കുറയാനും ബെസ്റ്റാണ്, സ്കിന്നിനും നല്ലതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ക്യാരറ്റ് ജ്യൂസ് പിന്നെ ഉണ്ടാക്കേണ്ട ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സാധാരണ നമ്മൾ ഓരോ ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുക. അപ്പോൾ ക്യാരറ്റ് ഓയിലാണ് ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ അടുത്ത വ്ലോഗായിട്ട് പെട്ടെന്ന് വരും. നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ റിസൾട്ട് കിട്ടുന്നത് എൻ്റെ ഈ വ്ലോഗിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റ, അടുത്ത വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം.